നമ്മുടെ പോലീസിന്റെ കയ്യിൽ നിന്ന് അമ്പിടി മേടിച്ച കേസ് കുനുവാവകൾ കരച്ചിലോട് കരച്ചിലാണ്. ആ കരച്ചിലിനെ പറ്റി നമ്മുടെ സതീശന് മാപ്രകളോട് എന്തൊക്കെ പറയാനുണ്ട്. വിഷമം മുഴുവനും പറഞ്ഞു തീർക്ക് സതീശ, കേക്കട്ടെ, ഞങ്ങളോടെയൊക്കെ അറിയട്ടെ. ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും കേസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിച്ചത്. അല്ല സതീശേട്ടാ, നമ്മുടെ കേശു കുനുവാവകളെ തല്ലാൻ വേണ്ടി ഗൺമാൻ എന്തോ വലിയ രീതിയിലുള്ള ആയുധമൊക്കെ എടുത്തെന്ന് പറഞ്ഞു കേട്ടല്ല. എന്തായുധമാണ്? വല്ല കട്ടപ്പാര വല്ലതാണ്? പറ, കേക്കട്ടെ, ഞങ്ങളോട് ഇന്ന് അറിയട്ടെ. അത് ആയുധമല്ലേ? ആ ഫസ്റ്റ്. പിന്നെ പോലീസ് ലാത്തി അല്ലാതെ പിന്നെ വേറെ എന്ത് വെച്ചടിക്കും സതീശ? പോലീസ് അത് ഉപയോഗിക്കുന്ന ആയുധമാണോ? പോലീസ് ഉപയോഗിക്കുന്ന ആയുധമാണോ അത്? ലാത്തി പോലീസിന്റെ ആയുധമല്ല അത്രേ. മൂലമറ്റത്തുനിന്ന് ഡയറക്റ്റ് കറണ്ട് കൊണ്ടുവന്ന് അടിപ്പിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നു. പോലീസ് ഉപയോഗിക്കാൻ, ഗൺമാൻ ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണോ താങ്കൾ പറ? അതായത് സതീശേട്ടൻ പറയണത് വടിയെടുത്ത് അടിച്ചാൽ പോരാ, കുണുവാവകളെ ഗൺമാൻ തോക്കെടുത്ത് വെടിവെക്കണമായിരുന്നു എന്നാണോ? അല്ല, അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നണേ, എന്തോന്നട്ടെ. അപ്പോൾ ഒരു രീതിയിൽ മുഖ്യമന്ത്രി വിടുന്നതൊക്കെ കറക്റ്റാണ്. ആത്മഹത്യാ സ്ക്വാഡുകളാക്കി തന്നെയാണ് അയക്കുന്നത്. അപ്പൊ പിന്നെ ജീവൻ രക്ഷാപ്രവർത്തനമൊക്കെ നല്ലത് തന്നെയാണ്. ഗൺമാൻ നമ്മുടെ സതീശേട്ടൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വ്യാജ മാങ്കൂട്ടം ചെസ്റ്റ് നമ്പർ കൊടുത്തിട്ടിട്ടുണ്ട്. അല്ല സതീശേട്ടാ, എന്തിനാണ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടേക്കുന്നത്? അതായത് നമ്മുടെ അനിലിനെ കാണുമ്പോൾ ഓടിക്കോട തോമസ് കുട്ടി എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാനായിരിക്കും കേസ് കുനുവാവുകൾക്കും സംഘത്തിനും. എന്തായാലും നല്ലതാ. ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്താൽ നന്നായിരുന്നു. ആണോ കുഞ്ഞ്? നമ്മുടെ കേശു കുനുവാവുകളെ അങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത്? ചീറ്റപ്പുലി, പന്നി, ആനശല്യം, എന്തു പറയണം കേമു, നമുക്കിതെന്തു പറ്റി? മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയതിനു ശേഷം പുറകിൽ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ആ ഗൺമാൻ അടിക്കുന്നത്. എല്ലാവരും കണ്ടല്ലേ? ഇദ്ദേഹം മാത്രം കാണാത്തത്. അത് നമ്മുടെ മീഡിയാസിൽ മുഴുവൻ നമ്മുടെ സതീശേട്ടന്റെ കുനുവാവുകളെയൊക്കെ ഗൺമാൻ അടിക്കണ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറഞ്ഞ് മോശമായിപ്പോയി. ഇദ്ദേഹം ഇങ്ങനെ കള്ളം പറയാ, അല്ല ഗൺമാൻ അടിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നത്? അല്ല സതീശ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചേക്ക്. ആദ്യം പറഞ്ഞ് കണ്ടു എന്ന്, പിന്നെ പറയണ ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ ഏത് ഞങ്ങൾ വിശ്വസിക്കണം? എന്തായാലും അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ് സത്യമാണെന്ന് അങ്ങ് സമ്മതിച്ചല്ല, അത് കേട്ടാ മതി. അല്ലെങ്കിൽ സതീശേട്ടൻ അങ്ങനെയാണ്, ആദ്യം ഇതാ കണ്ടു എന്ന് പറയും, പിന്നെ കണ്ടില്ല എന്ന് പറയും. എന്തോന്നടേ, ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. അത് ഗൺമാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പറയാ. എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ്. ഇദ്ദേഹം ഇങ്ങനെ കള്ളം പറയാ, അല്ല ഗൺമാൻ അടിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നത്? അല്ലപ്പാ, നമ്മുടെ ഈ ഗവർണർക്ക് എന്താണ് ഇമാതിരി കലിപ്പ് വന്നാനുള്ള കാരണം? നമ്മുടെ ബാലേട്ടന് വല്ല ധാരണയുണ്ട് അതിനെപ്പറ്റി? ചോദിച്ചിട്ട് വരാം. എന്തോ ഒരു ഇടക്കിടക്കാണ് ഈ അസുഖം വരുന്നത്. ഇടക്കിടക്ക് പല്ലിന് വേദന വരുന്ന സമയത്താണെന്നാ തോന്നുന്നത്. അതിന് പറ്റുന്ന മരുന്ന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അതിനൊരു ദന്തൽ ക്ലിനിക്ക് വേണമെന്ന് ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുത്തില്ല. അന്ന് തുടങ്ങിയതാണിത്. ബാലേട്ട കൊല്ലണ്ട, നമ്മുടെ സതീശേട്ടന്റെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊരു പറ കേക്കട്ടെ. അല്ല സതീശ, നമ്മുടെ കേശു കുനുവാവുകളെ എന്തേ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ പോണില്ലേ? എന്തേ അവിടെ എത്തുമ്പോ കരിങ്കൊടി പൊങ്ങല്ലേ? എന്തു പറ്റി? അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ഞങ്ങൾ UDF പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ ഗവർണർക്കെതിരായിട്ട്. അല്ല സതീശ, കോളേജിലോ KSU പ്രതിഷേധിക്കുന്നില്ല. അപ്പൊ ഇവന്മാർക്കൊക്കെ എന്താ പരിപാടി? ഞങ്ങളിപ്പോ കേസുകാരിപ്പോ നവകേരള സദസ്സിനെതിരായിട്ടാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം നടക്കട്ടെ. നവകേരള സദസ്സിന് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വിട്ടേക്കാണോ? അതായത് നമ്മുടെ കുനുവാവകൾക്ക് പ്രധാനപ്പെട്ട പണി സംഘപരിവാരങ്ങൾക്കെതിരെ, ഗവർണർക്കെതിരെ കരിങ്കൊടി പൊക്കി കാണിക്കലല്ല, നാടിന് ഗുണം ചെയ്യുന്ന, നാട്ടുകാർക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന നവകേരള സദസ്സിനെ മുടക്കുക എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. സംഘപരിവാരങ്ങൾക്കെതിരെ ഇങ്ങനെ നിൽക്കുകയും നമ്മുടെ സർക്കാരിനെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ സതീശന്റെ കുനുവാവുകൾ ഒരു വല്ലാത്ത വിസ്മയം തന്നെയാണ്. എന്തിനാ വെറുതെ KSU പ്രവർത്തകരെ പറയുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ തന്നെ അവസ്ഥ കണ്ടില്ല. ഒരു അധ്യക്ഷനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ. പുള്ളി ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ച് കളിക്കുകയാണ്. പാവം ഊത്തന്മാരൊക്കെ നിരത്തിലിറങ്ങി അടിമേടിച്ചൊരു പരിവായി. അവരൊക്കെ പറഞ്ഞു തുടങ്ങി, ഡേ ഒന്ന് വാടേ, അവിടെ കിടന്ന് ഇങ്ങനെ പ്രതിഷേധിക്കാതെ നീ മുന്നിൽ നിന്ന് നയിക്കാൻ. എവിടെ? പുള്ളി ചെസ്റ്റ് നമ്പർ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക.
അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേശു കുണുവാവകളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ. SFI ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയതിൽ സതീശന് ഒട്ടും ദുഃഖമില്ല കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കരിങ്കൊടി കാണിക്കുകയോ ഏത് വിഷയം പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഇവിടെ പെങ്ങളൂട്ടി പാടും പോലെ ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ. കാരണം നവകേരള സദസ്സ് ജനവിരുദ്ധമായി, ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. സതീശ, ഒരു കണ്ണട മേടിച്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, ഞങ്ങളൊക്കെ നോക്കുമ്പോൾ മൊത്തം ആ നവകേരള സദസ്സിന്റെ വേദിയൊക്കെ തിങ്ങി നിറങ്ങിയാണ് കാണുന്നത്. സതീശൻ നോക്കുമ്പോൾ മാത്രം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. നമുക്ക് ഈ കേരളം മറച്ചു വെക്കാം. നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിൽ കോൺഗ്രസിന്റെ അംഗങ്ങളും ഉൾപ്പെടുന്നു. ഞങ്ങൾ ആരും ഒരാളുടെ പേരും കൊടുത്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയോ UDFോ ഗവർണർക്ക് പേര് കൊടുക്കൂല, കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ കൊടുക്കുകയില്ല. ഞങ്ങൾ പിന്നെ അതിനെ വിമർശിക്കോ? ഗവർണർ നടത്തിയ നിയമനത്തെ ഞങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഞങ്ങളാരും ഒരാളുടെ പേരും കൊടുക്കും. പ്രേക്ഷകരോടാണ്, ഞങ്ങളുടെ ഏത് കോൺഗ്രസിന്റെ മൗനം കണ്ടിട്ട് ഞങ്ങൾ സംഘപരിവാരങ്ങൾക്കൊപ്പമാണ്, സംഘികൾക്കൊപ്പമാണ്, പാൻഖാനൊപ്പമാണെന്നൊന്നും തോന്നുക വേണ്ട. ഞങ്ങളിതാ നിശബ്ദമായി പ്രതിഷേധിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇതാ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് അടികൊണ്ട് കേശു കുനുവാവകൾ കരച്ചിൽ നിർത്താത്തതുകൊണ്ടാണ് സത്യത്തിൽ കരിങ്കൊടിയുമായി കൊടുത്ത് അങ്ങോട്ട് അയക്കാത്തത്. SFI കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കേശു കുനുവാവകൾക്ക് കഴിയുന്നില്ല സുഹൃത്തുക്കളെ, കഴിയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.